തൃശൂർ അതിരപ്പിള്ളിയിൽ വനം മന്ത്രിയുടെ വാഹനം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കുവാനെത്തിയതായിരുന്നു മന്ത്രി. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിലേക്ക് പോകും വഴിയാണ് കാട്ടാനയ്ക്ക് മുന്നിൽ മന്ത്രിയുടെ വാഹനം പെട്ടത്. ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ അതിരപ്പിള്ളിയിൽ വനമന്ത്രിയുടെ വാഹനം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട് പ്രശ്നം ഇന്നലെ രാത്രിയായിരുന്നല്ലോ. എന്താണ് പിന്നീട് തുടർന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭാഗത്താണ് ഇത്തരത്തിൽ മന്ത്രിയുടെ വാഹനം കാട്ടാനയ്ക്ക് മുൻപിൽ പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. മറ്റൊരു വാഹന വ്യൂഹം ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ ഓടിക്കുകയായിരുന്നു. കുറച്ച് സമയം ആന ആ ഭാഗത്ത് നിന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വനമന്ത്രിയുടെ വാഹനം സുരക്ഷിതമായി തന്നെ ആ മേഖലയിൽ നിർത്തിയിട്ടു. ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങി ആനയെ ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രിക്ക് നേരിട്ട് തന്നെ ഇവിടുത്തെ കാട്ടാന ശല്യം ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം ഈ മരിച്ച മോഹനന്റെ വീട്ടിലേക്ക്, വൈശ്ശേരി സ്വദേശി മോഹന്റെ വീട്ടിലേക്ക് പോയി അവിടെ സന്ദർശനം നടത്തുകയും ചെയ്തു. അവർക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹം കൈമാറി. എന്തായാലും മന്ത്രിക്കും കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കാട്ടാന പ്രശ്നങ്ങളെ കുറിച്ച്. ശരി, ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അതിരപ്പള്ളി വൈശ്ശേരി സ്വദേശി മോഹനന്റെ കുടുംബത്തിന് ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി വനമന്ത്രി ഷിബു ബേബി ജോൺ. മോഹനന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ധനസഹായം കൈമാറിയത്. ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആനയെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ആനയെ ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷേ ഒരു തടസ്സവും നോക്കണ്ട. ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരിയിൽ ഇന്നും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീടിന് സമീപത്താണ് പുലർച്ചെ ആന ഇറങ്ങിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.